ഗൈസ് TKM കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കല്ലേ, ഫുള്ള് റാഗിങ് ആണ്. ഫുഡിൽ പുഴു മറ്റേത് മറിച്ചത് ഇതെല്ലാം ആണ്. പോയി അഡ്മിഷൻ ഒന്നും എടുക്കല്ലേ എന്ന് പറയുന്നവരോട് ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഇതെല്ലാം സത്യമാണോന്നും നിങ്ങൾ ചിന്തിക്കണം. എന്നുവെച്ചാൽ സത്യമാണോ കള്ളമാണോ ഇതൊക്കെ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ അന്വേഷിക്കണം. എന്നാലേ നിങ്ങൾക്ക് കോളേജിനെ പറ്റി അറിയാൻ പറ്റൂ. സോ ഞാൻ 4th ഇയർ കഴിഞ്ഞു, ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പഠിച്ച TKM കോളേജിലാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കോളേജിനെ പറ്റി കേട്ടോ. കോളേജിനെ പറ്റി കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ബ്രോ കോളേജൊക്കെ എങ്ങനെ വൈബൊക്കെ ആണോ, പരിപാടിയൊക്കെ ഉണ്ടോ, പിള്ളേരൊക്കെ ഉണ്ടോ, അല്ല ഒരു വൈബാക്കാൻ പറ്റുന്ന ഒരു മൂഡൊക്കെ ആണോ എന്നൊക്കെ ചോദിക്കാറൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളെന്താ പറയാ, നമുക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പഠിച്ചിറങ്ങി അത്ര 4 വർഷം കോളേജിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാനിപ്പം കയറിയ ടൈമിൽ ഞാൻ KTU ഇതായിരുന്നു, യൂണിവേഴ്സിറ്റി ആയിരുന്നു. അന്നേരം KTUവിൻ്റെ സിലബസ് നമ്മൾ പഠിച്ച് എക്സാമൊക്കെ എഴുതി പാസ്സാവുന്നതും പിന്നെ ചെക്ക് ചെയ്യുന്നതും അങ്ങനെയുള്ള ഫീസും കാര്യങ്ങളെല്ലാം കോളേജ് അണ്ടറില്ല, ഓട്ടോണമസ് ആയാലോ. ഓട്ടോണമസ് വെച്ചാൽ കോളേജ് ബേസിലായിരിക്കും ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം കോളേജ് അണ്ടറിലായിരിക്കും കിട്ടുന്നത്. KTU സിലബസ് മാത്രമേ ഞങ്ങൾ പഠിക്കുന്നുള്ളൂ. സോ ഞങ്ങളുടെ ബാച്ച് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ബാച്ച് ഓൾറെഡി ഇറങ്ങി കഴിഞ്ഞു. ഇനി തൊട്ട് ബാക്കിലോട്ട് ഇനി ആരൊക്കെ ഫസ്റ്റ് ഇയർ വന്നാലും ആരൊക്കെ ഇനി ഫസ്റ്റ് ഇയർ വരുന്ന അവർക്കെല്ലാം ഫുള്ളി ഓട്ടോണമസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഫുള്ളി അണ്ടർ കോളേജിലായിരിക്കും. അവർ തീരുമാനിക്കും എപ്പം ലീവ് എടുക്കണം, അല്ലെങ്കിൽ എപ്പോൾ എക്സാം എഴുതണം, എപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻ എഴുതണം എന്നുള്ള എല്ലാ റൂൾസും ഇനി കോളേജായിരിക്കും. സബ്ജക്റ്റ് വരെ സെലക്ട് ചെയ്യുന്നത് കോളേജാണ്. സിലബസും KTU സിലബസൊന്നും അല്ല, കോളേജ് ബേസ് ചെയ്ത് അണ്ടർ നടത്തുന്ന സബ്ജക്റ്റും പുതിയ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. കൂടുതലും നല്ല സ്റ്റുഡൻസ് മെൻറ്റാലിറ്റി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള നല്ല പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ള ഒരു ബെസ്റ്റ് കോളേജാണ് ഞാൻ പറയത്തുള്ളൂ. കോളേജിൽ തന്നെ ഇപ്പം BTech ഉണ്ട്, MTech ഉണ്ട്, ആർക്കുണ്ട്. ഇതിൽ ഈ 3 സ്റ്റഡീസാണ് നമ്മുടെ TKM കോളേജിലുള്ളത്. സോ ഞാനിപ്പോൾ എടുത്തേക്കുന്ന BTech എഞ്ചിനീയറിംഗ് ഇതായിരുന്നു, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആയിരുന്നു. സോ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല, പഠിക്കുന്ന കാര്യം പറ്റി സംസാരിക്കുന്നില്ല. ഞാൻ കോളേജിനെ പറ്റി ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കോളേജ് എന്ന് വെച്ചാൽ ഇതുണ്ടോ താജ്മഹൽ, ഫ്രണ്ട് ഇതുപോലെയൊക്കെ ഇരിക്കുമായിരിക്കും. TKM കോളേജിൻ്റെ ഫ്രണ്ട് ഇതുപോലെയൊക്കെ ഇരിക്കുമായിരിക്കും. നിങ്ങൾ വരുമ്പം കാണാം, നിങ്ങൾ കുറേ വീഡിയോസിലും എല്ലാം കണ്ടായിരിക്കും. ഒരു വൈബ് നേച്ചറാണ് കേട്ടോ. എന്ന് വെച്ചാൽ വലിയ ശല്യമില്ല, ഒരു വൈബ് എന്ന് വെച്ചാൽ ഒരു നേച്ചർ ഫ്രീ സ്റ്റൈൽ എന്ന് വെച്ചാൽ ഒരു ഏസറ്റിക്ക് ഒരു വൈബ് പോലെ കിട്ടും. അതുപോലെ തന്നെ ഒരു പീസ് വൈബ്, സമാധാനമായിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പീസ് മൈൻഡാണ് കോളേജ് ഫുള്ള്. എന്നുവെച്ചാൽ അങ്ങനെ ശബ്ദമില്ല, അനക്കം. എന്നുവെച്ചാൽ റോഡ് സൈഡിലല്ല കോളേജ്, ഇച്ചിരി ഉള്ളിലേക്കാണ്. നിങ്ങൾ ഒരു പാലം ഇറങ്ങി കരിക്കോട് അകത്തൂടെ കയറി വരുമ്പോഴാണ് കോളേജ് ഉള്ളത്. സോ നിങ്ങൾ വരുമ്പം കാണുമായിരിക്കും, ഫസ്റ്റ് ഇയേഴ്സൊക്കെ വരുമ്പോൾ കാണുമായിരിക്കും, അല്ലെങ്കിൽ കുറേ പേജ് കോളേജ് വീഡിയോസിലൊക്കെ കണ്ടു കാണും, പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ടു കാണും. സോ നല്ലൊരു വൈബ് കോളേജാണ് കേട്ടോ കോളേജ്. പിന്നെ കോളേജിൽ വരുന്ന പിള്ളേരെന്ന് വെച്ചാൽ പല ജില്ലകളിൽ നിന്നാണ് കേട്ടോ. അതൊരു വെറൈറ്റി ഒരു പോയിന്റ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവമായിരുന്നു. വെച്ചാൽ എല്ലാ ജില്ലയിൽ നിന്നും നമുക്ക് ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു ബെസ്റ്റ് വെച്ചാൽ പഠിത്തം ആണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയാലും, പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് നമുക്ക് നല്ല ഫ്രണ്ട്സിനെ കീപ്പ് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് കണക്ട് ചെയ്യുക, കോണ്ടാക്ട് എപ്പോഴും ഉണ്ടായിരിക്കുക. നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് വിളിക്കാൻ പറ്റും എന്നുള്ള ഒരു മൈൻഡ്. അല്ലാതെ എപ്പോഴും ഇരുന്ന് വിളിക്കാനോ സൊള്ളാനോ ഒന്നും ആരും കാണത്തൊന്നുമില്ല. അവരുടെ പരിപാടി നോക്കി പോകും. അതൊരു വേറെ കാര്യം. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇപ്പം ഞാൻ കൊല്ലം ജില്ലയിൽ ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ, അങ്ങനെ കാസർഗോഡ് വരെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. എന്നുവെച്ചാൽ അവിടം വരെ ഉള്ള എല്ലാ ജില്ലയിലുള്ള എല്ലാ പിള്ളേരും എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എല്ലാവരും എനിക്കറിയാം. സോ കമ്പനിയാണ്, എവിടൊക്കെ എങ്ങനെയൊക്കെയാണെന്നും എനിക്കറിയാം. സോ എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ എനിക്ക് അവരെ വിളിക്കാനും പറ്റും. അങ്ങനെയുള്ളൊരു ഉപകാരമുണ്ട്. നമ്മൾ ബാക്കിയുള്ള കോളേജ് പോലെയല്ല. TKM കോളേജ് സത്യം പറഞ്ഞാൽ കുറേ പിള്ളേർ ഇങ്ങനെ ആഗ്രഹിച്ച് ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ത്വരയെടുത്ത് ഇങ്ങനെ വരുന്ന പിള്ളേരാണ് TKM കോളേജ് വരുന്നത്. നല്ല റാങ്ക് കിട്ടി
അല്ലെങ്കിൽ NRI കോട്ടെ അഡ്മിഷൻ എടുത്ത് അല്ലെങ്കിൽ മാനേജ്മെന്റ് സീറ്റ് എടുത്ത് ഇഷ്ടപ്പെട്ട് വരുന്ന TKM കോളേജ് എന്ന് പറയുമ്പോൾ, പണ്ടൊക്കെ TKM കോളേജ് കുറച്ചുകൂടെ ഒരു വലിയൊരു എന്ന് വെച്ചാൽ കുറെ ആൾക്കാർ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നല്ല ആൾക്കാർ പഠിച്ചിറങ്ങി നല്ല പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. അന്നേരം നല്ല വിലയാണ് കോളേജിന്. TKM കോളേജ് കേട്ടപ്പോൾ എൻ്റെ പൊന്നോ, TKM കോളേജാണോ പഠിക്കുന്നത്, വലിയ കോളേജാണല്ലോ എന്നാൽ ഉള്ളിൽ തന്നെ പറഞ്ഞുകൊണ്ടായാലും പുറത്ത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ പറയും, അവൻ നല്ല കോളേജിലാണ് പഠിക്കുന്നത് എന്നുള്ള ഒരു ടോക്കൊക്കെ വരും. നല്ല കോളേജാട്ടോ, ചുമ്മാ അറിയുമല്ല. ഇതുപോലെ പിന്നെ റാഗിങ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. റാഗിങ് ഇപ്പം നോർമലി ഇല്ല. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടേക്കാം, നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്ക്. എന്ന് വെച്ചാൽ റാഗിങ് TKM കോളേജ് റാഗിങ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിടാം. ഫുൾ റാഗിങ് എങ്ങനെയൊക്കെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞുതരാം. ഇപ്പോൾ സ്റ്റിൽ റാഗിങ് ഒന്നുമില്ല. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ സ്റ്റുഡൻസ് നല്ല വൈബാക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ പരിപാടി, പിള്ളേർക്ക് മെയിനായിട്ട് വേണ്ട സാധനം പരിപാടി ഇല്ലെങ്കിൽ പിന്നെ കോളേജ് മുടിഞ്ഞ് എന്ന് പറയാം. ഗൈസ്, പരിപാടിയും ഉണ്ടെന്നും പറയാം ഇല്ലെന്നും പറയാം. സോ പരിപാടിയൊക്കെ ഉണ്ട്, നോർമലി ഉള്ള പരിപാടി ഉണ്ട്. പിന്നെ എല്ലാ ദിവസവും ഒന്നും പരിപാടി വെക്കാൻ കോളേജ് സമ്മതിക്കത്തില്ല. എല്ലാ ദിവസവും ഒന്നും പരിപാടി ആയ എങ്ങനെ, കുറച്ച് പരിപാടി നിങ്ങളോട് സെറ്റാക്ക്, അന്നേരം പരിപാടിയാവും. അതിനെപ്പറ്റി ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ പറഞ്ഞുതരാം. സോ ഇതൊക്കെയാണ് കോളേജ്, അല്ലാതെ വലിയ സംഭവമൊന്നും അല്ല. ബെസ്റ്റ് കോളേജാണ് കേട്ടോ. പഠിച്ചാൽ നിങ്ങൾ നല്ല സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉള്ള കോളേജ് എന്ന് വെച്ചാൽ അത്രയ്ക്കും വിലയുള്ള കോളേജാണ്. നോർമലി അത്രയ്ക്കും നല്ല ആൾക്കാർ പഠിച്ചിറങ്ങി നല്ല പൊസിഷനിൽ വരെ എത്തിയ ഒരു കോളേജാണ്. പിന്നെ ആണെങ്കിൽ കുറേ സ്റ്റുഡൻസ് ഹോസ്റ്റലിൽ നിൽക്കാൻ വരുന്നവരുണ്ട് കേട്ടോ. ഹോസ്റ്റലിൽ നിൽക്കുന്നവരുണ്ട്, പിന്നെ PG എടുത്ത് പുറത്ത് നിൽക്കുന്നവരുണ്ട്. അങ്ങനെ ഞാൻ അതിനു മുമ്പ് 2 വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ. 2 PG എന്നുവെച്ചാൽ ഒരു 10 പേർക്ക് 5 പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു PG ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടായിരുന്നു. നിങ്ങൾക്ക് ഉപകാരം ആവുമായിരിക്കും. ചിലപ്പോൾ കണ്ടു നോക്ക്. ചിലപ്പോൾ ആൾക്കാർ ബുക്ക് ചെയ്ത് കാണും, നേരത്തെ ബുക്ക് ചെയ്ത് ഇട്ടേപ്പോണ്ടായിരിക്കും. അല്ലെങ്കിൽ 3rd ഇയേഴ്സോ 4th ഇയേഴ്സോ അല്ലെങ്കിൽ ഈ ഇപ്പം വന്ന 1st ഇയേഴ്സ് 2nd ഇയേഴ്സ് ആരെങ്കിലുമൊക്കെ ബുക്ക് ചെയ്ത് കാണും. നിങ്ങൾ എന്നാലും അന്വേഷിച്ച് നോക്ക്. നമ്പരൊക്കെ ഇട്ടായിരുന്നു തോന്നുന്നു. ലാസ്റ്റ് ഒരു 4-5 മാസം മുമ്പ് ഇട്ട ഒരു വീഡിയോ ഉണ്ടാ, PG ഉള്ള ഒരു വീഡിയോ. പിന്നെ ആണെങ്കിൽ കുറേ സ്റ്റുഡൻസ് പറഞ്ഞത് ഹോസ്റ്റലിൽ നിൽക്കുന്നവരുണ്ട്, പിന്നെ ഡേ സ്കോളേഴ്സ് വരുന്നവരുണ്ട്. പിന്നെ ടീച്ചർമാരെ എടുത്ത് പറയുവാണെങ്കിൽ ടീച്ചർമാർ പഠിപ്പിക്കും പോവും, പഠിക്കും, നമ്മൾ പഠിക്കണം, നമ്മൾ എക്സാം എഴുതണം. പിന്നെ സപ്ലി ഒക്കെ ഉണ്ടാവും, നല്ല പാടുള്ള സബ്ജക്റ്റൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് BTECൽ. പിന്നെ എക്സാമൊക്കെ കുറച്ചുകൂടെ നല്ല ക്വസ്റ്റ്യൻ ആയിരിക്കും, നല്ലോണം പഠിക്കണം. പിന്നെ ഇന്റേണൽ വേണം, ഇന്റേണൽ ബെസ്റ്റ് ആയിരിക്കണം. പിന്നെ ഉള്ള കാര്യം വെച്ചാൽ അറ്റൻഡൻസ് വേണം. അറ്റൻഡൻസ് 3% താന്നു പോയാൽ പിന്നെ പണി മാറി. പിന്നെ കണ്ടോണേഷൻ 2 ഉണ്ട്. എന്ന് വെച്ചാൽ അറ്റൻഡൻസ് കുറവാണെങ്കിൽ നമുക്ക് കണ്ടോണേഷനകത്ത് ഫില്ല് ചെയ്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും വെച്ച് നമുക്ക് കൊടുത്താൽ നമുക്ക് അറ്റൻഡൻസ് കിട്ടി തരും. 2 ചാൻസേ ഉള്ളൂ. 2 ചാൻസ് കഴിഞ്ഞാൽ പിന്നെ അതും ഇല്ല. പിന്നെന്തോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പൈസ കൊടുക്കണമായിരിക്കും. സോ അറ്റൻഡൻസ് നോക്കണം. പിന്നെന്തുവാ, പിന്നെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന പോലെയല്ല, സ്കൂളിൽ പഠിക്കുന്നതിനെക്കാട്ടിലും ഡിഫറൻസ് എന്ന് വെച്ചാൽ യൂണിഫോം ഇല്ല. എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും യൂണിഫോം ഉണ്ട്, പക്ഷെ നമ്മുടെ കോളേജിൽ യൂണിഫോം ഇല്ല. പിന്നെ ID കാർഡ് ഉണ്ട്, അത് കാണിക്കണം. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ. കോളേജിനെ പറ്റി ഇതൊക്കെ ഉള്ളു പറയാനുള്ളത്. പിന്നെ കുറേ ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ. സ്വിമ്മിങ് ഉണ്ട്, പിന്നെ ബാസ്കറ്റ് ബോള്, വോളിബോള്, ടെന്നീസ്, പിന്നെ ഫുട്ബോള്, കൊക്കോ, ഹാൻഡ് ബോള്, ക്രിക്കറ്റ്, പിന്നെ ഷോട്ട് പുട്ട്, അങ്ങനെ കുറേ ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ. ഫുട്ബോൾ കുറേ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ബോയ്സിന് മാത്രമല്ല ഗേൾസിനും ഉണ്ട്. വോളിബോൾ ആയാലും ഹാൻഡ് ബോൾ ആയാലും എല്ലാ ലേഡീസിനും ഉണ്ട്, ബോയ്സിനും ഉണ്ട്. അങ്ങനെ ഇത്ര ആൾക്ക് അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും പങ്കെടുക്കാം. പിന്നെ അതിലൂടെ നല്ല KTUവും ചാമ്പ്യൻസ് ആവാം. സോ അങ്ങനെ കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഹിന്റ് മാത്രമേ തരുന്നുള്ളൂ. ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങൾ കമൻറ്റ് നോക്കിയിട്ട് ഞാൻ അതിനുള്ള റീപ്ലൈ ഞാൻ വീഡിയോ ആക്കി ചെയ്തിട്ട് തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് റാഗിങ്ങിനെ പറ്റി പറയാം. കോളേജിൽ റാഗിങ് ഞാൻ കയറിയ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കഴിച്ച് എന്നെ റാഗ് ചെയ്തത് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അടുത്തൊരു വീഡിയോ നമുക്ക് റാഗിങ്ങിനെ പറ്റി പറയാം. ഓക്കെ, ബൈ.